എൻ്റെ കേസ് നടത്തിയ വക്കീലും അതിനകത്ത് പാനലിലുണ്ടായിരുന്നു. യെസ്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അനിൽ ആന്റണി ഈ സിൻഡിക്കേറ്റിനെ ഒബ്രോയ് ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ അനിൽ ആന്റണിയുടെ അവിടെ നിന്നാണ് ഇത് വരുന്നത്. എനിക്ക് CBI ഡയറക്ടർ ഞാൻ അന്വേഷിച്ച്. അപ്പോൾ GOM ഞാൻ വീണ്ടും പറയുന്നു, രഞ്ജിത് സിൻഹയുടെ അപ്പോയിൻമെൻറ്റ് UPA ചെയർപേഴ്സൺ തടഞ്ഞത് കാരണം അത് GOMന് വിട്ട്. GOMൻ്റെ തലവനായിരുന്നു, ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തലവനായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ. അദ്ദേഹം അത് ക്ലിയർ ചെയ്തത് ഈ അനിലിൻ്റെയും എലിസബത്ത് ആന്റണിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. കാരണം അനിൽ രണ്ട് രീതിയിൽ പ്രഷർ ചെയ്യാക്കാൻ തന്നെ, ഒന്ന് വൈഫ് വഴിയും അല്ലാത്ത രീതിയിലും. ഈ അനിൽ ആന്റണിയോടും അജിത് ആന്റണിയോടും ഒക്കെ ഒരു അകലം AK പ്രാപിച്ചെങ്കിലും പുലർത്തിയിരുന്നെങ്കിലും ഇവർ ഒരു കുടുംബമല്ലേ. AK ആന്റണിക്ക് അന്ന് MTNL കൊടുത്ത 9868 ഡിജിറ്റിൽ തുടങ്ങുന്ന ഒഫീഷ്യൽ ഫോൺ കച്ചവടത്തിന് വേണ്ടി അനിൽ ആന്റണിയെ കയ്യിൽ വെച്ചിരുന്ന അന്ന് MTNLൻ്റെ ഫോണാണ് MD മാർക്ക് കൊടുക്കുന്നത് ഡൽഹിയിൽ. ആ നമ്പർ ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. കാരണം ഞാൻ എൻ്റെ പണം വാങ്ങാനായിട്ട് ജൻപത് റോഡിൽ ആന്റണിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാർ എന്നെ കടത്തി വിട്ടില്ല. അപ്പം ഞാനൊരു ചിട്ടെഴുതി കൊടുത്തു, ഐ മീൻ ഔട്ട് സൈഡ് എന്ന്. ഇയാളെ വിളിച്ചാൽ കിട്ടൂല. അവിടെ ശാസ്ത്രി ഭവനിൽ IBയുടെ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് പ്രത്യേക ഒരു റൂമിൽ കൊണ്ട് ഈ ഫോൺ വെച്ചാൽ ഫോൺ വർക്ക് ചെയ്യൂല. എനിക്കകത്ത് കയറാനും വയ്യ. പിന്നെ ഞാൻ PJ കുര്യനെ ഞാൻ സമീപിച്ച് PJ കുര്യൻ ഇടപെട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആര് പ്രസിഡന്റ് എന്ന് പറഞ്ഞു, നാറ്റിക്കരുത്. ഞാൻ പറയും പറഞ്ഞു, എനിക്ക് CBI കേസൊന്നും പ്രശ്നമൊന്നുമില്ല, പറയണേ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2014 വന്ന NDA ഗവൺമെൻറ്റിൽ പരാതി കൊടുക്കാൻ തുനിഞ്ഞപ്പോഴും PJ കുര്യൻ തടഞ്ഞ് എൻ്റെ പണം വാങ്ങി തന്നു 5 ഇൻസ്റ്റാൾമെൻ്റായിട്ട്. ഇയാൾക്ക് എന്താ ആദർശമുള്ളത്? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച് പണം വാങ്ങിയിരുന്ന ആളായിരുന്നു. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ AKയുടെ കാലത്ത് ഡിഫൻസ് ഡീലൊന്നും കൺക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് പ്രതീക്ഷയോടുകൂടിയുള്ളവനൊക്കെ പണം കൊടുത്ത്. മനസ്സിലായില്ലേ? ഇതാണ്. അതായത് 3/12/2014 CBI ഡയറക്ടറായിട്ട് രഞ്ജിത് സിൻഹ വരുന്നത്. 2012 ഞാൻ ഒരു ഏപ്രിൽ മാസം 2013 പണം കൊടുക്കുന്നത്. കാരണം അപ്പോഴാണ് ഇത് എംപാനൽ വന്നത്. കുറേ കാലം CBIക്ക് കേരളത്തിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡീഷണൽ ചാർജിൽ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം അജിത് ശാസ്തമംഗലം എന്ന് പറഞ്ഞ ആളെ CBIയുടെ കൗൺസിലായിട്ട് നിയമിച്ച്. ഞാൻ കൊടുത്ത ആളെ നിയമിച്ചില്ല. എന്നോട് അനിൽ ആന്റണി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് 3/12/2014 രഞ്ജിത് സിൻഹ റിട്ടയർ ചെയ്തിട്ടും പുള്ളി അറിഞ്ഞിട്ടില്ല. റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ പണം ഇനി നടക്കൂല പണി. അപ്പോൾ പറഞ്ഞ് അടുത്ത ആഴ്ച നടക്കും. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച നടക്കണം, ഇന്ന് റിട്ടയർമെൻ്റാണ് അദ്ദേഹത്തിൻ്റെ, എൻ്റെ പണം തരാൻ പറഞ്ഞ്. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ഡിക്ലെയർ ചെയ്ത് മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അവസാനം PT തോമസിൻ്റെ മൊറട്ടോറിയത്തിന് സമാധിയാക്കി തന്ന് എൻ്റെ പണം കിട്ടി. 2012 ശ്രദ്ധിച്ച് കേൾക്കണം. 3/12/2012 രഞ്ജിത് സിൻഹ CBI ഡയറക്ടർ ആകുന്നത്. 13 ഏപ്രിൽ 2013 CBI എംപാനൽ ചെയ്യുന്ന ലോയേഴ്സിൻ്റെ. അന്ന് അതുവരെ CBIക്ക് പാനൽ ഇല്ലാണ്ട് കിടക്കുകയായിരുന്നു. അതിന് അഡീഷണൽ ചുമതലകളായിരുന്നു. അതിനകത്ത് എൻ്റെ കേസ് നടത്തുന്ന വക്കീൽ പാനലിൽ വന്നപ്പോൾ എനിക്ക് താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ സ്വാർത്ഥ താല്പര്യമോ അഴിമതിയാവട്ടെ, ഞാൻ പണം കൊടുത്തു, ഒരു സംശയമില്ല. എൻ്റെ പണം ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്ത പണം ഞാൻ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വെരിഫൈ ചെയ്താൽ ഞാനല്ലാതെ ഒന്നും എന്നെ എത്ര കേസുകളിൽ തന്നെ അന്വേഷിച്ചു. വക്കീലിന് ഇൻ്റർവ്യൂ കാർഡ് കിട്ടി. ഇൻ്റർവ്യൂ കാർഡിൻ്റെ കോപ്പി എന്നെ കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചത് നടക്കുമോ? കാരണം എനിക്കറിയാം ഈ GOM വഴി അനിൽ ആന്റണിയെ സ്വാധീനിച്ചാണ് രഞ്ജിത് സിൻഹ അനിൽ ആന്റണിയെ കൊണ്ട് ക്ലിയറൻസ് മേടിച്ചത്. കറക്റ്റ് CBI ഡയറക്ടറായിരുന്നു. സ്കോൾ സ്കാമിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട് മരിച്ചുപോയ CBI അറസ്റ്റ് ചെയ്യുക CBI ഡയറക്ടറായിരുന്നു രഞ്ജിത് സിൻഹ.